ദിനവൃത്താന്തം 1 അധ്യായം 2. ഇസ്രായേലിൻ്റെ പുത്രന്മാരാവിത്: രൂബേൻ, ശിമെയോൻ, ലേവി, യഹൂദ, ഇസ്സാഖാർ, സെബൂലൂൻ, ദാൻ, യോസെഫ്, ബെന്യാമീൻ, നഫ്താലി, ഗാദ്, ആശേർ. യഹൂദയുടെ പുത്രന്മാർ യേർ, ഓനാൻ, ശേല. ഇവർ മൂവരും കനാന്യ സ്ത്രീയായ ബത്ശൂവയിൽ നിന്ന് അവന് ജനിച്ചു. യഹൂദയുടെ ആദ്യജാതനായ ഏർ യഹോവയ്ക്ക് അനിഷ്ടനായിരുന്നതുകൊണ്ട് അവൻ അവനെ കൊന്നു. അവൻ്റെ മരുമകൾ താമാർ അവന് പേരസിനെയും സേരഹിനെയും പ്രസവിച്ചു. യഹൂദയുടെ പുത്രന്മാർ ആകെ 5 പേർ. പേരസിൻ്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമൂൽ. സേരഹിൻ്റെ പുത്രന്മാർ സിമ്രി, ഏഥാൻ, ഹേമാൻ, കൽക്കോൻ, ദാര. ഇങ്ങനെ 5 പേർ. കർമ്മിയുടെ പുത്രന്മാർ ശപഥാർപ്പിത വസ്തുവിൽ അകൃത്യം ചെയ്ത് ഇസ്രായേലിനെ കഷ്ടത്തിലാക്കിയ ആഖാൻ തന്നെ. ഏഥാന്റെ പുത്രന്മാർ അസരിയാവ്. ഹെസ്രോന് ജനിച്ച പുത്രന്മാർ യെരഹ്മയേൽ, രാം, കെലൂബായി. രാം അമ്മീനാദാബിനെ ജനിപ്പിച്ചു. അമ്മീനാദാബ് യഹൂദ മക്കൾക്ക് പ്രഭുവായ നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ ശൽമയെ ജനിപ്പിച്ചു. ശൽമ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി തൻ്റെ ആദ്യജാതൻ എലിയാബിനെയും, രണ്ടാമൻ അബീനാദാബിനെയും, മൂന്നാമൻ ശിമെയെയും, നാലാമൻ നഥനയേലിനെയും, അഞ്ചാമൻ രദ്ദായിയെയും, ആറാമൻ ഒസേമിനെയും, ഏഴാമൻ ദാവീദിനെയും ജനിപ്പിച്ചു. അവരുടെ സഹോദരിമാർ സെരൂയയും അബീഗയിലുമായിരുന്നു. സെരൂയയുടെ പുത്രന്മാർ അബീഷായി, യോവാബ്, അസാഹേൽ. ഇങ്ങനെ 3 പേർ. അബീഗയിൽ അമാസയെ പ്രസവിച്ചു. അമാസയുടെ അപ്പൻ ഇസ്മായേലിനായ യേഥർ ആയിരുന്നു. ഹെസ്രോന്റെ മകൻ കാലേബ് തൻ്റെ ഭാര്യയായ അസൂബയിലും എരിയോത്തിലും മക്കളെ ജനിപ്പിച്ചു. അവളുടെ പുത്രന്മാർ യേശർ, ശോബാബ്, അർദോൻ. അസൂബ മരിച്ച ശേഷം കാലേബ് എഫ്രാത്തിനെ പരിഗ്രഹിച്ചു. അവൾ അവന് ഹൂരിനെ പ്രസവിച്ചു. ഹൂർ ഊരിയെ ജനിപ്പിച്ചു. ഊരി ബസലേലിനെ ജനിപ്പിച്ചു. അതിൻ്റെ ശേഷം ഹെസ്രോൻ ഗിലെയാദിൻ്റെ അപ്പനായ മാഖീരിൻ്റെ മകളുടെ അടുക്കൽ ചെന്ന് അവളെ വിവാഹം ചെയ്തപ്പോൾ അവന് 60 വയസ്സായിരുന്നു. അവൾ അവന് സെഗൂബിനെ പ്രസവിച്ചു. സെഗൂബ് യായീരിനെ ജനിപ്പിച്ചു. അവന് ഗിലെയാദ് ദേശത്ത് 23 പട്ടണമുണ്ടായിരുന്നു. എന്നാൽ ഗശൂരും അരാമും യായീരിൻ്റെ പട്ടണങ്ങളെയും കെനാത്തിനെയും അതിൻ്റെ ഗ്രാമങ്ങളെയും ഇങ്ങനെ 60 പട്ടണം അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു. ഇവരെല്ലാവരും ഗിലെയാദിൻ്റെ അപ്പനായ മാഖീരിൻ്റെ പുത്രന്മാരായിരുന്നു. ഹെസ്രോൻ കാലേബ് എഫ്രാത്തിയിൽ വെച്ച് മരിച്ച ശേഷം ഹെസ്രോന്റെ ഭാര്യ അബിയ അവന് തെക്കോവയുടെ അപ്പനായ അശൂരിനെ പ്രസവിച്ചു. ഹെസ്രോന്റെ ആദ്യജാതനായ യെരഹ്മയേലിന്റെ പുത്രന്മാർ: ആദ്യജാതൻ രാം, ബൂന, ഓരൻ, ഓസെം, അഹിയാവ്. യെരഹ്മയേലിന് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു. അവൾക്ക് അദാര എന്നു പേർ. അവൾ ഓനാമിന്റെ അമ്മ. യെരഹ്മയേലിന്റെ ആദ്യജാതനായ രാമിന്റെ പുത്രന്മാർ മയസ്, യാമീൻ, ഏക്കർ. ഓനാമിന്റെ പുത്രന്മാർ ശമ്മായി, യാദ. ശമ്മായിയുടെ പുത്രന്മാർ നാദാബ്, അബീശൂർ. അബീശൂരിന്റെ ഭാര്യയ്ക്ക് അബീഹയിൽ എന്നു പേർ. അവൾ അവന് അഹ്ബാനെയും മോലീദിനെയും പ്രസവിച്ചു. നാദാബിന്റെ പുത്രന്മാർ സേലത്, അപ്പയീം. എന്നാൽ സേലത് മക്കളില്ലാതെ മരിച്ചു. അപ്പേമിന്റെ പുത്രന്മാർ ഇഷി. ഇഷിയുടെ പുത്രന്മാർ ശേഷാൻ. ശേഷാന്റെ പുത്രന്മാർ അഹ്ലയീം. ശമ്മായിയുടെ സഹോദരനായ യാദയുടെ പുത്രന്മാർ യേഥർ, യോനാഥാൻ. എന്നാൽ യേഥർ മക്കളില്ലാതെ മരിച്ചു. യോനാഥാന്റെ പുത്രന്മാർ പേലത്ത്, സാസ. ഇവർ യെരഹ്മയേലിന്റെ പുത്രന്മാർ. ശേഷാന് പുത്രിമാരല്ലാതെ പുത്രന്മാരില്ലായിരുന്നു. ശേഷാന് മിസ്രൈമ്യനായ ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു. അവന് യർഹ എന്നു പേർ. ശേഷാൻ തൻ്റെ മകളെ തൻ്റെ ഭൃത്യനായ യർഹായിക്ക് ഭാര്യയായി കൊടുത്തു. അവൾ അവന് അദായിയെ പ്രസവിച്ചു. അദായി നാഥാനെ ജനിപ്പിച്ചു. നാഥാൻ സാബാദിനെ ജനിപ്പിച്ചു. സാബാദ് എഫ്ലാലിനെ ജനിപ്പിച്ചു. എഫ്ലാൽ
ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് യഹൂവിനെ ജനിപ്പിച്ചു. യഹൂ അസരിയാവെ ജനിപ്പിച്ചു. അസരിയാവ് ഹേലസിനെ ജനിപ്പിച്ചു. ഹേലസ് എലയാശയെ ജനിപ്പിച്ചു. എലയാശ സിസ്മായിയെ ജനിപ്പിച്ചു. സിസ്മായി ശല്ലൂമിനെ ജനിപ്പിച്ചു. ശല്ലൂം യെക്കമ്യാവെ ജനിപ്പിച്ചു. യെക്കമ്യാവ് എലീഷാമയെ ജനിപ്പിച്ചു. യെരഹുമയേലിന്റെ സഹോദരനായ കാലേബിന്റെ പുത്രന്മാർ അവന്റെ ആദ്യജാതനും സീഫിന്റെ അപ്പനുമായ മേശ. ഹെബ്രോന്റെ അപ്പനായ മാരേശയുടെ പുത്രന്മാരും. ഹെബ്രോന്റെ പുത്രന്മാർ കോരഹ്, തപ്പൂഹ്, രേക്കം, ഷേമ. ഷേമ യൊർക്കെയാമിന്റെ അപ്പനായ രഹബിനെ ജനിപ്പിച്ചു. രേക്കേം ഷമ്മായിയെ ജനിപ്പിച്ചു. ഷമ്മായിയുടെ മകൻ മാവോൻ. മാവോൻ ബേത്തുസൂറിന്റെ അപ്പനായിരുന്നു. കാലേബിന്റെ വെപ്പാട്ടിയായ ഏഫ ഹാരാനെയും മോസയെയും ഗാസേസിനെയും പ്രസവിച്ചു. ഹാരാൻ ഗാസേസിനെ ജനിപ്പിച്ചു. യാദയുടെ പുത്രന്മാർ രേഗേം, യോധാം, ഗേശാൻ, പേലത്ത്, ഏഫ, ശയഫ്. കാലേബിന്റെ വെപ്പാട്ടിയായ മയഖ ശേബരിനെയും തിർഹനയെയും പ്രസവിച്ചു. അവൾ മദ്മന്നയുടെ അപ്പനായ ശയഫ്, മഗ്ബേനയുടെയും ഗിബെയയുടെ അപ്പനായ ശവ എന്നിവരെയും പ്രസവിച്ചു. കാലേബിന്റെ മകൾ അക്സ ആയിരുന്നു. ഇവരത്രേ കാലേബിന്റെ പുത്രന്മാർ. എഫ്രാത്തയുടെ ആദ്യജാതനായ ഹൂരിന്റെ പുത്രന്മാർ കിരിയത്ത് യയാരീമിന്റെ അപ്പനായ ശോബാൽ, ബേത്ലഹേമിന്റെ അപ്പനായ ശൽമ, ബേത്ത് ഗാദേരിന്റെ അപ്പനായ ഹാരേഫ്. കിരിയത്ത് യയാരീമിന്റെ അപ്പനായ ശോബാലിന് പുത്രന്മാർ ഉണ്ടായിരുന്നു. ഹാരോവെ മെനൂഹോത്തിന്റെ പാതി. കിരിയത്ത് യയാരീമിന്റെ കുലങ്ങളാവിത്: ഇത്രിയർ, പൂത്യർ, ശൂമാത്യർ, മിശ്രായർ. ഇവരിൽ നിന്ന് സ്വരാത്യരും എസ്താവോല്യരും ഉത്ഭവിച്ചു. ശൽമയുടെ പുത്രന്മാർ ബേത്ലഹേം, നെത്തോഫാത്യർ, അത്രോത്ത്, ബേത്ത് യോവാബ്, മാനഹത്യരിൽ പാതി സോരിയർ. യബ്ബേസിൽ പാർത്തു വന്ന ശാസ്ത്രിമാരുടെ കുലങ്ങളാവിത്: തിരാത്യർ, ശിമയാത്യർ, സുഖാത്യർ. ഇവർ രേഖാബ് ഗൃഹത്തിന്റെ അപ്പനായ ഹമാത്തിൽ നിന്നുത്ഭവിച്ച കേന്യരാകുന്നു.